കെ.ടി. ജലീലും ഉംറയും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിനൊരു മതവിശ്വാസം ഉണ്ടോ ഇപ്പോൾ എന്ന് ഞാൻ സംശയിക്കുന്നു. മുമ്പ് കാലത്ത് ഞാൻ ഇടതുപക്ഷത്തിൽ നിന്ന് പോരാനും കൂടി ഇവൻ്റെ പ്രസംഗമായിരുന്നു. മുമ്പ് പറഞ്ഞതെല്ലാം മാറ്റി പറയുന്ന ഒരു മനുഷ്യനാണ് കെ.ടി. ജലീൽ. അദ്ദേഹം ഈയിടെയായിട്ട് ഒരു ഉംറ ചെയ്ത ഒരു ഫോട്ടോ എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം പഴയതിനെ മുഴുവൻ തിരുത്തി പറയുന്നു എന്നുള്ളതാണ്. അപ്പം അന്ന് അദ്ദേഹത്തിന് തീരെ ബുദ്ധിയുണ്ടായില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇന്ന് അദ്ദേഹം എന്തെല്ലാം പറയുന്നത്. കേരള നിയമസഭയിൽ ഒരുപാട് പൊന്നാനിക്കാരനായ പിച്ചു ബാവ, പാലോളി മുഹമ്മദ് കുട്ടി, ടി.കെ. ഹംസ, ഇത്ര ഉന്നതരായ ഇടതുപക്ഷക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും പരിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം അതുകൊണ്ടൊന്നും മനുഷ്യൻ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ ഈ ഖുർആനെ ഉയർത്തിയാൽ ആർക്കാടെ കമ്മ്യൂണിസ്റ്റുകാരന് ഖുർആനിലെ വിശ്വാസം? താങ്കൾക്കറിയാലോ, താങ്കൾ അതൊക്കെ പ്രസംഗിച്ച് വിട്ടിട്ടില്ലേ? താങ്കളുടെ തൊള്ള കൊണ്ട് അതെല്ലാം വായാടിത്തരം പറഞ്ഞ് വിട്ടിട്ടില്ലേ, പുറത്ത് വിട്ടിട്ടില്ലേ കമ്മ്യൂണിസം എന്താണ് എന്ന്? താങ്കളോളം കമ്മ്യൂണിസത്തിനെ എതിർത്ത ഒരാൾ കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കണം. ആജാതി പ്രസംഗം പ്രസംഗിച്ച മണ്ടനായ ഒരു മനുഷ്യനാണ് ഈ കെ.ടി. ജലീൽ. അദ്ദേഹം ഖുർആനെ ഉയർത്തിപ്പിടിക്കുന്നു. കാരണം മനുഷ്യനെ, പാവങ്ങളായ കുറച്ച് ആളുകൾ ഈ ഖുർആൻ പറഞ്ഞാലെങ്കിലും വിശ്വസിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഖുർആനെ ഉയർത്തുന്നത്. വാസ്തവത്തിൽ ബുദ്ധിമാനായ ഒരാളുകളും പരിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിച്ച് സത്യം ചെയ്ത് പറച്ചിലില്ല. അവൻ്റെ എല്ലാ കളികളും ഖുർആനിൽ സ്വർണം കൊടുന്നു, ഖുർആനിൽ ഈത്തപ്പഴം കൊടുന്നു, അതെല്ലാം ഗ്രീൻ ചാനലിൽ കൂടി കൊടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. പുറത്തുനിന്ന് വരുമ്പോൾ എന്തു കൊണ്ടുവരുമ്പോഴും അത് ചെക്ക് ചെയ്യാൻ പാകപ്പെടുത്തിയുള്ള ഒരു ചാനലിൽ കൂടിയാണ് വരേണ്ടത്. ഇവൻ്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം പണികളാണ് ഇവൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ തട്ടി ഉണർത്തി നല്ലതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവൻ അസ്റാത്തു ഹഖുൻ എന്ന് മരിച്ചു കഴിഞ്ഞിട്ട് മൗലവിമാർ തൽഖീൻ ഓതലുണ്ട്. സിറാത്ത് എന്ന പാലത്തിനെ കളിയാക്കിയവനാണ് ഇവൻ സ്വർഗ നരകത്തിനെ കളിയാക്കിയവനാണ് ഇവൻ ബാക്കിയുള്ളവ പ്രായം ചെന്നവരെ കളിയാക്കുന്നവനാണ് അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കുക, ഇവൻ നല്ലവനല്ല, കെട്ടവനാണ്.